നമസ്കാരം ഫാം. ഗെയിം ഓഫ് ത്രോൺസ് സീരീസ് ലോകം വാഴുന്ന വമ്പനുകളിലെ ഗോട്ടിന്റെ വളരെയേറെ പ്രതീക്ഷയുള്ള മറ്റൊരു സ്പിൻ ഓഫ് എ നൈറ്റ് ഓഫ് ദ സെവൻ കിങ്ഡംസ് എത്തിയിരിക്കുകയാണ്. സാങ്കല്പിക ലോകത്തുള്ള വെസ്റ്ററോസ് എന്ന ഭൂഘട്ടത്തിൽ നടക്കുന്ന മറ്റൊരു ഇതിഹാസ കഥയിലേക്ക് കടക്കുമ്പോൾ അറിയേണ്ട ഒരു പ്രധാന കാര്യം ഇതിന്റെ ടൈം ലൈനാണ്. ഗെയിം ഓഫ് ത്രോൺസിൽ അരങ്ങേറിയ കാഴ്ചകൾക്കും 89 വർഷങ്ങൾ മുന്നേ നടക്കുന്ന സംഭവ വികാസങ്ങളാണ് നമുക്കിതിൽ കാണാനാവുക. വെസ്റ്ററോസ് വേൾഡിലെ മറ്റൊരു പരമ്പരയായിരുന്ന ഹൗസ് ഓഫ് ഡ്രാഗൻസിലൂടെ 200 വർഷങ്ങൾ മുന്നേയുള്ള കാഴ്ചകൾ നമ്മൾ കണ്ടിരുന്നു. ഇതിപ്പോൾ ഏകദേശം 1 നൂറ്റാണ്ട് മാത്രമാണ് ഈ സീരീസിന് ഗെയിം ഓഫ് ത്രോൺസിലേക്കുള്ള ദൂരം. സർ ഡങ്കൻ ദ ടോൾ, ഡങ്ക് എന്ന വിളിപ്പേരുള്ള ഒരു കാവൽ യോദ്ധാവിൻ്റെ കഥയാണിത്. ഒരു ഹെഡ്ജ് നൈറ്റിൻ്റെ കഥ. തെരുവിലും ചെരികളിലുമൊക്കെ ജനിച്ച് വലിയ പ്രൗഢികളോ ഒന്നും കൂടാതെ രാജ്യങ്ങൾ തോറും കിറങ്ങി നടക്കുന്നവരാണ് ഈ ഹെഡ്ജ് നൈറ്റ്സ്. കൂടും കുടിലുമില്ലാതെ സഞ്ചരിച്ച് നടക്കുന്ന ഈ പോരാളികളുടെ പ്രധാന ഉദ്ദേശം ഓരോ രാജ്യത്തെ രാജാക്കന്മാരുടെ അടുക്കലേക്ക് എത്തി മത്സര കളികളിലും കളിപ്പോരുകളിലൊക്കെ ഏർപ്പെട്ട് ഇംപ്രസ് ചെയ്ത് കനത്തിലുള്ള സമ്മാനങ്ങൾ അല്ലെങ്കിൽ പാരിതോഷികമോ സ്ഥാനമാനങ്ങളോ ഒക്കെ മേടിച്ചെടുക്കുക എന്നതാണ്. ഒരു സത്രത്തിൽ പോലും തങ്ങാതെ ഏതെങ്കിലും കുതിരലായത്തിലോ തുരങ്ങളിലോ ഒക്കെയാണ് ഹെഡ്ജ് നൈറ്റ്സിൻ്റെയൊക്കെ ഉറക്കം. അത്തരത്തിലൊരുവനാണ് ഡങ്ക്. ഡങ്കിനൊപ്പം പ്രവർത്തിക്കാൻ സഹചാരിയെ നിയമിക്കുന്ന ഒരു ബാലൻ, എഗ്. മുട്ടത്തലയായതുകൊണ്ടല്ല അങ്ങനെ ഒരു പേര്, എയ്ഗൻ എന്ന പേരിൻ്റെ ചുരുക്കമാണ്. പ്രിൻസ് മേക്കർ ടാർഗേറിയൻ്റെ 4ാമത്തെയും ഏറ്റവും ഇളയ മകനുമാണ് എയ്ഗൻ ദ 5th ടാർഗേറിയൻ. ഗെയിം ഓഫ് ത്രോൺസിൽ ഇതേ എയ്ഗൻ്റെ ഒരു കണക്ഷനും വരുന്നുണ്ട്. പ്രായത്തെക്കാൾ വിവേകിയും സമർത്ഥനും ആത്മവിശ്വാസവുമുള്ളവനാണ് എഗ്. അങ്ങനെ ഡങ്ക് ആൻഡ് എഗ് കോംബോ നേരിടേണ്ടി വരുന്ന കരുത്തരായ ശത്രുക്കളെയും കോലാഹലങ്ങളെയും രസകരമായ ഓരോ സംഭവ വികാസങ്ങളെയും പറ്റിയൊക്കെയാണ് എ നൈറ്റ് ഓഫ് ദ 7 കിങ്ഡംസിൽ നമുക്ക് കാണാനാവുക. രാജാവിൻ്റെ സുരക്ഷാ സന്നാഹത്തിലെ ഒരു പ്രധാനിയാവാൻ വേണ്ടി ഡങ്ക് നടത്തുന്ന പ്രയത്നങ്ങളും ഡങ്കും എഗ്ഗും ചേർന്നിട്ട് എഗ്ഗിൻ്റെ തന്നെ മൂത്ത സഹോദരനായ പ്രിൻസ് ആര്യന് മുത്തുണ്ടാവുന്ന കശപശയിൽ വലിയ പ്രശ്നങ്ങളുണ്ടാവുന്നതൊക്കെ നമുക്ക് പോകെ കണ്ടനുഭവിക്കാം. കഥ കൂടുതൽ ഇപ്പോൾ പറയാതെ കണ്ടറിയുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലതല്ലേ. 2021 ജനുവരിയിലായിരുന്നു ഇങ്ങനെ പരമ്പര വരുന്നതിനെക്കുറിച്ചുള്ള അനൗൺസ്മെൻറ്റ് ഉണ്ടായത്. അതായത് ഹൗസ് ഓഫ് ഡ്രാഗൺ അരങ്ങിലേക്ക് എത്തുന്നതിന് ഒരു കൊല്ലം മുമ്പ്. 3 സീസണുകളായിരിക്കും ഉണ്ടാവുക. എന്നാൽ ഈ 3 സീസൺസും വെസ്റ്ററോസ് വേൾഡിൻ്റെ കഥ പറയുന്ന മറ്റു 2 പരമ്പരകളെ അപേക്ഷിച്ച് വെയിറ്റ് കുറവാണ്. അതായത് 6 എപ്പിസോഡുകളേ ഉള്ളൂ ഒരു സീസണിൽ. കുറച്ചേ ഉള്ളെങ്കിലും ഉള്ളത് നല്ല പെട ഐറ്റം ആയിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാം. 3 ചെറു നോവൽ സമാഹാരത്തെ സംബന്ധിച്ച് വരുന്ന നൈറ്റ് ഓഫ് 7 കിങ്ഡംസിൻ്റെ ആദ്യ സീസണാണിത്. ഫസ്റ്റ് സീസൺ ജോർജ് R.R. മാർട്ടിൻ്റെ ദ ഹെഡ്ജ് നൈറ്റ് എന്ന നോവലിനെ ആസ്പദമാക്കി എത്തുമ്പോൾ ദ സ്വോൺ വേൾഡ്, ദ മിസ്റ്ററി നൈറ്റ് എന്നീ നോവലുകളെ ബേസ് ചെയ്തായിരിക്കും അടുത്ത 2 സീസണുകളും ഉണ്ടാവുക. ഡങ്കും എഗ്ഗും എങ്ങനെയാണ് ഒരുമിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങുന്നത് എന്നതിനെക്കുറിച്ചുള്ളതാണ് ഹെഡ്ജ് നൈറ്റിൻ്റെ ഉള്ളടക്കം. അപ്പോൾ നമുക്കിനി ഈ GOT ഫാൻറ്റസി ലോകത്തിലെ പുത്തൻ കാഴ്ചകൾ അടങ്ങുന്ന എ നൈറ്റ് ഓഫ് ദ 7 കിങ്ഡംസിൻ്റെ ആദ്യ എപ്പിസോഡ് എക്സ്പ്ലനേഷനുമായി ഉടൻ തന്നെ കാത്തിരുന്നു കാണാം.